ഞാൻ തൊട്ട് ചെയ്യണേ അവള് കട്ട എടുത്ത് കളയാൻ വഴി തെറ്റി പോകണോ അങ്ങനെ പേടിച്ചു വളർത്തേണ്ട കാരണം ഓ ഗുഡ് മോർണിംഗ്. എന്താ പരിപാടി? എന്താ മീൻ വെക്കണം, മീൻ കറി വെക്കണം. മീൻ കറിയാ? ഓക്കെ, മീൻ കറി വെക്കണം. ഇതെങ്ങനെ വെക്കണമെന്ന് എനിക്കറിയില്ലടാ. ഇത് മേളിലല്ലേ? അതെവിടെയും വെച്ചാൽ മതി. ആ അതിന്റെ മേലാണ് പുറത്ത്. അതെ, അവര് പോയി സോയിക്കുട്ടി കിടപ്പിലായി. അവൾക്ക് അപ്പോഴത്തേനും പനി വന്ന് അവര് പോയി. ഇന്നിപ്പോ രാവിലെ ചേച്ചേനെ വിളിച്ചായിരുന്നു, പള്ളി പോവാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വൈകുന്നേരം പിന്നെ കൂടുതൽ വിളിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ച്. അവര് വന്ന് പോയപ്പോ ഒരു ഇത് അല്ലേ, വന്ന് ഇവിടെയൊക്കെ കണ്ടു കഴിയുമ്പോ അവർക്ക് സന്തോഷം, നമുക്ക് സന്തോഷം. അവര് വന്നു കഴിഞ്ഞപ്പോ പിന്നെ അവർക്ക് അധികം ദിവസം നിൽക്കാൻ പറ്റൂലല്ലോ. അവർക്ക് അവരുടെ വീടും അവർക്ക് അവരുടേതായ കാര്യങ്ങളുണ്ടല്ലോ. അവരുടെ മിനിങ്ങാന്ന് പോയതാട്ടാ, മിനിങ്ങാന്ന് പോയി. എന്തോ അവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് പോകുമ്പേ എന്താ വീട്ടിലെത്തുമ്പോ ശൂന്യത ഉണ്ടാവുമെന്ന്. നമുക്ക് ഇവിടെ അവര് പോയി കഴിയുമ്പോ ഒരു ആരും അത്ര ദിവസം എല്ലാവരും ഉണ്ടായിട്ടേ ആരും ഇല്ലാതെ ആകുമ്പോ പെട്ടെന്ന് നമുക്കും അതൊരു ഇതാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, അവര് വന്ന് താമസിച്ചത് കൊണ്ട് നമുക്ക് അവരായിട്ട് കൂടുതൽ അവരുടെ അടുപ്പം കിട്ടി. അത്ര നാൾ എനിക്ക് അവരോട് അങ്ങനെ ഒരു അടുപ്പം ഉണ്ടായിരുന്നില്ലല്ലോ. കൂടുതലൊരു മനസ്സുകൊണ്ടൊരു അടുപ്പം വന്നു. നമ്മുടെ ബന്ധുക്കാരല്ലേ, ബന്ധുക്കാർ. എനിക്കൊന്നുമില്ല. അതെന്താ വയ്യേ? ഇന്ന് ആശുപത്രി കൊണ്ടുവന്നും കൂടി രാവിലെ നമ്മൾ പോണക്കാലം ആശുപത്രി കൊണ്ട് കിട്ടുക. എടോ അവള് ഹോസ്പിറ്റലിൽ പോയതാടോ. ഇത് സെയിം സിറ്റുവേഷൻ തന്നെയാണ്. ഡോക്ടർ വന്ന് റെസ്റ്റ് ചെയ്യണം പറഞ്ഞു. ഇപ്പൊ റെസ്റ്റ് ചെയ്യാതെ നമ്മുടെ പ്രശ്നമാണോ? അല്ല, ഇപ്പൊ വേറെ അവനെ കണ്ടമാനം പണിയൊന്നും ഇല്ലല്ലോ. എന്നാലും പണിയെടുക്കുന്നുണ്ട്. റെസ്റ്റ് അപ്പൊ നല്ല രസമായിരുന്നല്ലേ. അവര് വരുമ്പോ വർത്താനം പറയാനും അങ്ങനെയൊക്കെ ഒരു രസമാണ്. അല്ലാതെ നമ്മൾ എപ്പോഴും വർത്താനം. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഭയങ്കര അവർക്ക് സന്തോഷം, നമുക്ക് സന്തോഷം. വന്നു കഴിയുമ്പോൾ തന്നെ എന്തെങ്കിലുമൊക്കെ വർത്താനം പറഞ്ഞിരിക്കും. അങ്ങനെ എവിടെയെങ്കിലൊക്കെ പോകും. അങ്ങനെ കഴിയുമ്പോൾ ഇഷ്ടം. നമ്മളെല്ലാവരോടും ഇങ്ങനെ ആരോടായാലും നമ്മൾ കൂടുതൽ ഇങ്ങനെ അടുത്ത് ഇടപഴകുമ്പോഴേ നമുക്ക് അവരുടെ സ്നേഹം കൂടുള്ളൂ. അല്ല ഇപ്പൊ സോളത്തിന്റെ വീട്ടുകാരൊന്നും എനിക്ക് കൂടുതൽ അടി കൂടുള്ളൂ. അടിയല്ല, ഞാൻ അവരായിട്ട് അടി കൊണ്ട കാര്യമില്ലല്ലോ. എനിക്കെന്തിനാ അവരായിട്ട് വഴക്കുണ്ടാക്കുന്നത്? അന്ന് അവിടെ പോയി കഴിഞ്ഞപ്പോ നിനക്ക് വയ്യാത്തായിരുന്നൊന്നും നമുക്ക് അങ്ങനെ അവരോട് നമുക്കാകെ ഒരു ഇത് വന്നു. അപ്പൊ പിന്നെ അത് പറ്റിയില്ല. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ പിന്നെ അതെ, നമുക്ക് കുറെ പ്ലേസ് ഒക്കെ കൊണ്ടുപോകണമെന്ന് ആരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവർക്ക് കൂടുതൽ ട്രാവൽ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് അവിടെ വാമൻ ആലപ്പുഴ അതുകൊണ്ടാണ് പോയത്. വേറെ ഒന്നും പോയത്. പിന്നെ ലുലുമാള് പോയി, പിന്നെ ഫോട്ടോ വെച്ചത്രേ. അതിരപ്പള്ളിയൊക്കെ പോയി കാണിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് പറ്റുന്നില്ല. അവര് വേണ്ടെന്ന് പറഞ്ഞിട്ടാ. അവരും വേണ്ടെന്ന് പറഞ്ഞു. അവര് വേണ്ട, അവർക്ക് വീട്ടിലിരുന്നാ മതി. അവരങ്ങനെയല്ലേ പറഞ്ഞേ. അവർക്ക് അങ്ങ് പോവാൻ ഇഷ്ടമല്ലാന്ന്. ആണോ? ഓക്കെ. ആൾക്കാർക്ക് ഓരോ ഇഷ്ടങ്ങളല്ലേ. പിള്ളേർക്കാണെങ്കിലും അങ്ങനെ കറങ്ങാൻ പോണത് ഇഷ്ടമല്ല. അവർക്ക് ഇപ്പൊ ലുലുമാളി പോണത് ഇഷ്ടം, അത്രേ ഉള്ളൂ. അതുകൊണ്ട് അവർക്ക് വേറെ സ്ഥലങ്ങളൊന്നും കാണാൻ പോണത് അവർക്ക് ഇഷ്ടമല്ല. ഇനി അവരൊക്കെ എന്നെ പിന്നെ അങ്ങോട്ട് കൊണ്ടുപോവാന്നാ പറഞ്ഞേക്കണേ. അവരൊക്കെ നല്ല വീടൊക്കെ പണിതിട്ട് എന്നെ കൊണ്ടുപോവാന്നാ പറഞ്ഞേക്കുന്നത്. ചേട്ടനും പറഞ്ഞിട്ടുണ്ട്, ചേച്ചിയും പറഞ്ഞിട്ടുണ്ട്. നമുക്കിപ്പോ നല്ല വീടും ചീത്ത വീടൊന്നുമില്ല. നമുക്കെല്ലാം നല്ല വീട് തന്നെ. പിന്നെ ഞാൻ പിന്നെ തൽക്കാലം പോണ്ട. ന്യൂ ഇയർ തുടക്കം തൊട്ട് മോശമല്ലമ്മ, വയ്യാകല്ലോ. സത്യമാണ്. നമ്മളത് എന്ത് പറ്റിയാവും. ആയത്തമ്മ പിന്നെ അതേ സോയിക്കുട്ടി എന്താണാവോ അറിയില്ല. തുടക്കം തൊട്ടൊക്കെ മോശമായി. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഉത്സവങ്ങളൊക്കെ എപ്പോഴും വരും. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മനുഷ്യനാണ്, എന്ത് വന്നാലും അത് ഫേസ് ചെയ്യാം. ജീവിതത്തിൽ പല പ്രശ്നങ്ങളും വരും. അത് നമ്മൾ വിചാരിക്കുന്ന പോലെ സ്മൂത്തായിട്ട് പോകില്ലല്ലോ. പല കാര്യങ്ങളും വരും. അതൊക്കെ നമ്മൾ ഫേസ് ചെയ്ത് പോകണം. അല്ല അയ്യോ അസുഖം വന്നു എന്ന് വിചാരിച്ചുകൊണ്ട് മിണ്ടാതെ എന്ത് ചെയ്യുന്നേ? അസുഖമൊക്കെ ഒരു വഴിക്ക് എടുക്കും, നമ്മളൊരു വഴിക്ക് പോകും. എന്താ കഴിക്കാൻ? അപ്പം മുട്ടക്കറി.
ഇത് മുട്ടക്കറി. ഇവിടുത്തെ അങ്കമാലി മഞ്ഞ മുട്ടക്കറി എന്ന് പറയും. മഞ്ഞ മുട്ടക്കറി അത് എല്ലായിടത്തും ഉണ്ടാക്കൂടോ? അതൊക്കെ തേങ്ങാപ്പാൽ അങ്കമാലിൽ മാത്രമൊന്നുമല്ല എല്ലാവരും ഉണ്ടാക്കുന്നത്. ഞാൻ ഇവിടെ മാത്രമേ കണ്ടുള്ളൂ, വേറെ കണ്ടു. തേങ്ങാപ്പാൽ കറി ഇവിടെ മാത്രമേ ഉള്ളൂ എന്ന് എനിക്കറിയില്ല. വേറെ നാട്ടിലൊക്കെ ഉണ്ടോ തേങ്ങാപ്പാൽ ഒഴിച്ച് വയ്ക്കുന്നത്? നമ്മൾ മാങ്ങയാണെങ്കിലും മീനാണെങ്കിലും ഇറച്ചി അങ്ങനെയെല്ലാം നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച് വെക്കാറുണ്ട്. പക്ഷെ നമ്മൾ മുട്ടക്കറി മാത്രമേ നമ്മളിവിടെ വെക്കാറുള്ളൂ. മാങ്ങ പിന്നെന്താ വെച്ചേ? പിന്നൊന്നുമില്ലടാ. എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് 2025 തീർക്കുന്നാണ് വിചാരിച്ചോണ്ടിരിക്കുന്നത്. അതല്ല, 2025 എന്ന് പറയുമ്പോൾ നമ്മുടെ ജനുവരി ഓക്കെ, ഫെബ്രുവരി ഓക്കെ. ഫെബ്രുവരി ലാസ്റ്റ് കഴിയുമ്പോൾ പിന്നെ പെട്ടെന്ന് ഡിസംബർ ആവും. അങ്ങനെയാണ്, ഭയങ്കര സ്ലോ ആണ്. പെട്ടെന്ന് ദിവസങ്ങൾ പോകും. പണ്ടത്തെ പോലെ നമുക്ക് എല്ലാവർക്കും അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. എന്താ വെച്ചാൽ അതെന്താണെന്നറിയോ, കൂടുതലും എനിക്ക് തോന്നുന്നു പണ്ടൊക്കെ കൂടുതലും ആൾക്കാർ വീട്ടിലിരിക്കായിരുന്നു പെണ്ണുങ്ങൾ. എനിക്കങ്ങനെ ഇപ്പൊ എല്ലാവരും ജോലിക്ക് പോകുമ്പോൾ പെട്ടെന്ന് ഒരു ദിവസം അങ്ങ് പോകല്ലേ, രാവിലെ പോയി പെട്ടെന്ന് വൈകുന്നേരം വരുന്നത്. അപ്പൊ അവർക്കും പെട്ടെന്ന് ദിവസങ്ങൾ പോയ പോലെ തോന്നും. പക്ഷെ 24 മണിക്കൂർ അന്നുള്ളൂ, ഇന്നും 27 മണിക്കൂറൊക്കെ ഉള്ളൂ. അത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴല്ലേ ഇത് ടൈം പെട്ടെന്ന് പോകണം. നമ്മൾ വീട്ടിലിപ്പോൾ ഇരിക്കുമ്പോൾ ബോറടി തോന്നും, സമയം പോണില്ല എന്ന് തോന്നും. പക്ഷെ ഞാനിപ്പോൾ ഡെയിലി ജോലിക്ക് പോകണതുകൊണ്ട് ജോലിക്ക് പോയി തിരിച്ചു വരുമ്പോൾ അയ്യോ ഇന്നൊരു ദിവസം പോയോ അങ്ങനത്തെ തോന്നും. അതാണ് കുഴപ്പം. അതുകൊണ്ട് ദിവസങ്ങൾ പെട്ടെന്ന് പോണതല്ല. കുറെ പേര് സോറി എല്ലാവരും പറയുന്നില്ല കേട്ടോ. അത് നിങ്ങൾ കമന്റ് ഇടാം, അങ്ങനെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അത് കമന്റ് ബോക്സ് അതിന് വേണ്ടിയിട്ടുള്ളൂ, എന്തും പറയാം. അതങ്ങനെ. അപ്പോൾ അതിലൊരു കമന്റ് വന്നായിരുന്നു, എൻ്റെ സംസാരം ശരിയല്ല, എനിക്ക് മലയാളം പ്രോപ്പറായിട്ട് അറിയില്ല. ശരിയാണ്, ഉള്ള കാര്യമാണ്, വേറെ ഒന്നുമല്ല. എന്താ പറയുക, ഞാൻ അധികം സംസാരിക്കാത്ത ഒരാളായിരുന്നു പണ്ട്, അധികം സംസാരിക്കത്തില്ല. പിന്നെ ഞാൻ ഒന്ന് സംസാരിച്ച് നമ്മൾ സംസാരിച്ച് അമ്മ എന്നെ കൂട്ടിലിട്ട് അടച്ച് വളർത്തുകയായിരുന്നു. ഞാൻ വഴി തെറ്റി പോകണോ അങ്ങനെയൊക്കെ പേടിച്ച് വളർത്തേണ്ടായിരുന്നു. കാരണം വെച്ചാൽ അതുകൊണ്ട് ആയിരിക്കാം. പക്ഷെ എനിക്ക് പണ്ടേ ദുഷ്യത്തോട് പോകാൻ താല്പര്യമില്ലായിരുന്നു. പക്ഷെ അമ്മ അങ്ങനെ വളർത്തിക്കൊണ്ട് കുഴപ്പമില്ല. പിന്നെ എന്നെ കസിൻ ചേട്ടായി വന്ന് 2013 നാട് കിടത്തി. അതായത് വളരെ ജോലിക്ക് പോയി തുടങ്ങി കേട്ടോ. അപ്പൊ 2013 ബ്യൂട്ടീഷ്യൻ, അന്നാണ് സോയിക്കുട്ടിന് പരിചയപ്പെട്ടത്. അപ്പൊ ആ സമയത്ത് എനിക്ക് സംസാരിക്കുന്ന അറിയില്ല, കാരണം കസ്റ്റമറോട് കുറെ സംസാരിക്കണമല്ലോ. അപ്പോൾ അത് എനിക്ക് അറിയില്ല. അപ്പോൾ ഞാൻ പഠിച്ച് എന്നാലും എനിക്ക് മലയാളം പ്രോപ്പറായിട്ട് വരുന്നില്ല. അത് എന്താണെന്നറിയില്ല. മലയാളം അതല്ല, ഞാനൊരു കാര്യം പറയട്ടെ, എല്ലാവർക്കും 100% ഇപ്പൊ ഈ കമന്റ് ഇടുന്ന ആൾക്കാരായിക്കോട്ടെ, ഞാനായിക്കോട്ടെ, നീ ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, എല്ലാവരും 100% പെർഫെക്റ്റ് അല്ല. മനുഷ്യന് ചിലപ്പോൾ സംസാരിക്കുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവും, അല്ലെങ്കിൽ കേൾവിക്ക് കുഴപ്പമുണ്ടാവും, അല്ലെങ്കിൽ കണ്ണിന് കുഴപ്പമുണ്ടാവും, അല്ലെങ്കിൽ ബുദ്ധിക്ക് കുഴപ്പമുണ്ടാവും. ഇതൊക്കെ മനുഷ്യന് ഉള്ള ഇതാണ്, വൈകല്യമാണ്. അതിന് നമ്മൾ ഒരാളുടെ വൈകല്യത്തെ നമ്മൾ കളിയാക്കാനായിട്ട് നിൽക്കരുത്. നാളെ നമുക്ക് ഇതിനേക്കാളും കഷ്ടമായിരിക്കും ചിലപ്പോൾ വരുന്നത്. മനസ്സിലായോ? അതുകൊണ്ട് അവൻ സംസാരിക്കുമ്പോൾ അവന് കൊഞ്ഞപ്പ് ഇത്തിരി സ്ഫുടതയില്ലാതെയാണെങ്കിലും നീ സംസാരിക്കുന്നുണ്ട്. ചിലപ്പോൾ നാളെ ഒരു ദിവസം ഞാനിങ്ങനെ സംസാരിക്കുന്നത് പോലും ചിലപ്പോൾ എനിക്ക് ഇല്ലാതെയാകും. മനസ്സിലായോ? അതൊക്കെ നമ്മൾ ചിന്തിക്കണം. ആരും തന്നെ ഞാൻ പറയണം, ആരെയും അവരുടെ വൈകല്യം വെച്ച് കളിയാക്കാനോ ഇതിനൊന്നും നിൽക്കരുത്. നമുക്ക് നാളെ ദൈവം എന്താ വിധിച്ചിരിക്കണമെന്നൊന്നും നമുക്കറിയില്ല. ഇപ്പം ഞാൻ ആരോഗ്യത്തോടെ ഒരു ഇരിപ്പുണ്ട്. ആരോഗ്യമില്ലാത്ത ഒരാളെ കാണുക, അല്ലെങ്കിൽ ഒരു അസുഖമുള്ള ഒരാളെ കാണുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇതുള്ള കാണുമ്പോൾ ഞാൻ അവനങ്ങനെ നടക്കണേ അല്ല, ഒരിക്കലും ചെയ്യാം. നാളെ എനിക്ക് എന്താ വരുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് തീരട്ടെ. കാരണം ഞാനൊന്നും അങ്ങനെ ആരെ കളിയാക്കാൻ പോകാറില്ല. കാരണം വെച്ചാൽ എൻ്റെ കുടുംബത്തിലെ പ്രശ്നം എനിക്കറിയാം, ഞാനെങ്ങനെയാണെന്ന് എനിക്കറിയാം. പിന്നെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ചിലപ്പോൾ എല്ലാവർക്കും ഓരോ കുറവുണ്ടാവും. പക്ഷെ അതിനനുസരിച്ച് എല്ലാവർക്കും കുറെ നല്ല കാര്യങ്ങളുണ്ടാവും, കഴിവുണ്ട്, നല്ല കഴിവുണ്ട്. പക്ഷെ അതിനനുസരിച്ച് കുറവുണ്ടാവും, എന്തെങ്കിലും ഒരു മനസ്സായിട്ടുണ്ടാവും. എടാ, എല്ലാവരും നന്നായിട്ട് സംസാരിക്കുന്ന ആൾക്കാരെല്ലാം തികഞ്ഞതല്ല, നന്നായിട്ട് കേൾക്കുന്ന ആൾക്കാരെ ചിലപ്പോ വേറെ ഒന്നല്ല. ഇപ്പൊ എനിക്ക് പ്രോപ്പറായിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല, അതൊരു കുറവായിരിക്കും. എനിക്ക് വിക്കി ചെറുതായിട്ട് അടക്കി വരും, അതൊരു കുറവ് തന്നെ ആയിരിക്കും. പക്ഷെ അതിനെ സംബന്ധിച്ച് എല്ലാ കാര്യത്തിലും ദൈവം എല്ലാവർക്കും ഒരേപോലെ കൊടുക്കൂലല്ലോ, എല്ലാ കഴിവും ഒരുമിച്ച് കൊടുക്കൂല. എന്തെങ്കിലും ചിലപ്പോൾ എനിക്ക് എന്താ ഇപ്പം എനിക്ക് ആ വിക്കുണ്ടെങ്കിലും ഞാൻ എൻ്റെ ഫാമിലിയിൽ ഞാൻ ഹാപ്പിയാണ്. ഇപ്പൊ ഈ ആൾക്കാർക്ക് ആർക്കും എന്ത് വേണമെങ്കിലും ആരെ പറ്റി വേണമെങ്കിലും പറയാം, വായി കിടക്കണം നാക്കുകൊണ്ട് എന്ത് വേണമെങ്കിലും പറയാം. പക്ഷെ ഓരോരുത്തരും അനുഭവിക്കുന്ന വിഷമം, ഇപ്പൊ ആൻസിനെ പോലെ ഒരു കൊച്ചു നമ്മുടെ കുടുംബത്തിലുണ്ട്. അതുപോലെയുള്ള ആൾക്കാരുടെ വീട്ടിൽ ചോദിച്ചാൽ അറിയാം അവരനുഭവിക്കുന്ന വിഷമങ്ങൾ. കണ്ണു കാണാൻ പാടില്ലാത്ത ആൾക്കാർ വീട്ടിലുണ്ട്, ബുദ്ധി കുറവുള്ള അവരോട് ചോദിച്ചറിയാം അവരെന്തോരം മാനസികമായിട്ട്. നമ്മൾ ചിരിക്കുന്നുണ്ട്, കളിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ എന്നാൽ പോലും നമ്മൾ ആ ഒരു വ്യക്തിയെ കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് സങ്കടം തന്നെ. ഇപ്പോഴും ആൻസിക്ക് 30 വയസ്സായെങ്കിലും അവളുടെ കാര്യം ഓർക്കുമ്പോൾ നമുക്ക് വിഷമം തന്നെയാണ്. നമ്മൾ ചിരിക്കുന്നുണ്ട്, കളിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ അതാ പറഞ്ഞ, ആർക്കും ആരെയും ഇപ്പൊ നിന്നെ തന്നെ രാവിലെ തന്നെ വെള്ളം അടിച്ചിട്ടാണല്ലോ, കൂസായിട്ടാണല്ലോ നീ സംസാരിക്കുന്നത്. നീ ഇതുവരെയായിട്ട് വെള്ളം അടിക്കാത്തൊരു മനുഷ്യനാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ആൾക്കാർ എന്തെങ്കിലും ഒരാളെ പറ്റി ഒരാളെ പറ്റി മോശം മാത്രം പറയാൻ നോക്കിയിരിക്കുന്ന ആൾക്കാർക്ക്
അവനെ ബുദ്ധ പൂസായിട്ട് വെറുതെ അങ്ങ് ഇട്ടേക്കാം, അത്രേ ഉള്ളൂ. അതൊന്നും നമ്മൾ മൈൻഡേ ചെയ്യണ്ട. ആര് വെള്ളം എന്തെങ്കിലും ചെയ്യട്ടെ. ഇപ്പൊ നിങ്ങൾക്ക് പോകുന്ന സംശയം ഉണ്ടല്ലോ, പലരും കാണും, എനിക്കും തോന്നാറുണ്ട്. പക്ഷെ ഞാൻ അവർ കളിയാക്കാൻ പോറില്ല, കാരണം എൻ്റെ കുറവ് എനിക്ക് നന്നായിട്ട് അറിയാം. മനസ്സിലായോ? ഇത് കുറ്റം പറയാനില്ല കേട്ടോ, കാരണം ഇത് നിങ്ങൾക്ക് എന്ത് എഴുതാം അവിടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ മറുപടി തന്നല്ലോ, അതാണ് പറഞ്ഞതുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഇപ്പോഴും സംസാരിക്കാൻ നമുക്ക് മനസ്സിലാവില്ല. കാരണം വെച്ചാൽ എന്താ പറയുക ഇതൊക്കെയാണ് പ്രശ്നം. അവിടെ കട്ടായി പോകും. അപ്പോൾ ഇത് പ്രോപ്പറായിട്ട് എനിക്ക് സംസാരിക്കാൻ അറിയില്ല, അത് വേറെ കേസ്. കാരണം കേൾവിക്കുറവുണ്ട്. കാരണം വെച്ചാൽ വേറെ ഒന്നുമല്ല, എനിക്ക് 2 ചെവിയും കറക്റ്റ് ഇതല്ല, അങ്ങനെ കേൾവിക്കുറവുണ്ട്. അതുകൊണ്ട് ചില സമയത്ത് ഞാൻ പറയണേ കേൾക്കാതെ. എനിക്കിപ്പോൾ ഹിന്ദി പഠിക്കണം, ഇത് പഠിക്കണം, എനിക്ക് വലിയ താല്പര്യമില്ലാത്ത കേസാണ്. ഞാൻ പഠിത്തത്തിൽ പണ്ടേ ബാക്കാണ്, മനസ്സിലായോ? അതുകൊണ്ട് എനിക്ക് പഠിക്കണം, ഇങ്ങനെ റിസ്ക് എടുത്ത് പഠിക്കണമെന്ന് താല്പര്യമില്ല. ജീവിച്ചു പോകണ എന്തെങ്കിലും ജോലിയോ അതൊക്കെ നമുക്ക് ചെയ്യാനുള്ളൂ. ഇപ്പോൾ അവിടെ ലൈഫിൽ ജീവിച്ചു പോകാനുള്ള ജോലി 2 ജോലിയുണ്ട്. ഒന്ന് ഹെയർ സ്റ്റൈലിസ്റ്റ് ഞാൻ ചെയ്യും, 2 വെൽഡിങ് പണി ഞാൻ ചെയ്യും. അത് മതി എനിക്ക്, വേറെ ഒന്നും കൂടുതലൊന്നും അറിയേണ്ട കാര്യമില്ല. അതും ഈ വെൽഡിങ് പണി ആയാലും ഈ ഹെയർ സ്റ്റൈലിസ്റ്റ് ആയാലും ലൈഫ് ഫുള്ള് എനിക്ക് എപ്പോൾ വേണമെങ്കിലും കയറി ചെയ്യാന്നുള്ള ജോലിയാണ് ഞാൻ പഠിച്ചെടുത്തുണ്ട്. പിന്നെ ന്യൂസ് പേപ്പർ, അത് പണ്ട് എത്ര 9ാം ക്ലാസ് പഠിക്കും വേണം, 9ാം ക്ലാസ് പഠിക്കുമ്പോൾ ന്യൂസ് പേപ്പർ ഇടാൻ പോകും. അതിപ്പോഴും എനിക്ക് ചോദിച്ചാൽ കിട്ടുകയും ചെയ്യും. അത് അങ്ങനെയാണ്, പണ്ട് കാര്യമൊന്നുമില്ല. അല്ല, നമുക്കിപ്പോൾ ജോലി ചെയ്യണം മനസ്സുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും ജോലി ചെയ്യാം. അമ്മ പറഞ്ഞു, നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങുകയാണെങ്കിൽ എന്തും നേരിടാനുള്ള ഇത് വേണം. അപ്പോൾ അവർക്ക് എന്ത് വേണമെങ്കിലും പറയാം. കാരണം വെച്ചാൽ അവർ നമ്മൾ റിയലായിട്ട് കണ്ടിട്ടില്ല. റിയലായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്നും പറയില്ല. ഇതിപ്പോൾ അതല്ല, ഈ മക്കളുള്ള അപ്പനും അമ്മയാണെങ്കിലും അവരങ്ങനെ പറയില്ല. അവര് ചിന്തിക്കും, ഞാൻ എന്തെങ്കിലും മക്കളൊക്കെ ഉണ്ട്, കല്യാണം കഴിച്ചു, അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിലും അതിനെപ്പറ്റി അങ്ങനെയൊന്നും ആരും കളിയാക്കില്ല. എന്താ വെച്ചാൽ ഇത്തിരി പക്വതയുള്ള ആൾക്കാരാണെങ്കിൽ ഒട്ടും ചെയ്യില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കറിയാം ഇങ്ങനെ ഇന്നത്തെ ലോകത്ത് നമുക്ക് എന്താ സംഭവിക്കാൻ പോണെന്ന് നമുക്ക് പറയാൻ പറ്റൂല. ഇപ്പൊ നമുക്ക് നന്നായിട്ട് കണ്ണ് കാണാതെ നാളെ ഒരു ദിവസം ഒരു നിമിഷം, എല്ലാം ഒരു നിമിഷം മതി നമ്മുടെ. അപ്പൊ അത് നമുക്ക് അതിനൊരു ബോധമുള്ള ആൾക്കാരാകുമ്പോ അതിനെപ്പറ്റി ചിന്തിക്കുന്ന ആൾക്കാരാകുമ്പോ അതൊന്നും ചെയ്യില്ല. അത് പിന്നെ ഞാൻ പറയില്ലേ, എനിക്കിപ്പോ ആരെന്ത് പറഞ്ഞാലും നമ്മളത് മൈൻഡ് ആക്കണ്ട. അല്ല, വിക്കുണ്ടെങ്കിൽ തന്നെ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? വിക്കുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പല കുറവുകളുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. നമ്മളതൊക്കെ ഉൾക്കൊണ്ടേ പറ്റൂ. അപ്പൊ അതിന് മറുപടി കൊടുത്തു. അല്ല, അവര് ചീത്ത പറയണല്ല, അവരാരും നമുക്ക് ഒരിക്കലും ചീത്ത പറയേണ്ട കാര്യമില്ല. ഓരോരുത്തരുടെ ചിന്താഗതി മനസ്സും ഇതൊക്കെ വേറെ വേറെ അല്ലേ. നമ്മുടെ അമ്മ ഹോസ്പിറ്റലിലോട്ട് പോവാണ്. ഇന്ന് ഞാനും അമ്മയും ഹോസ്പിറ്റലിൽ പോയി അടിച്ചു കളിക്കാൻ പോവാണ്. വേറെതല്ല കേട്ടോ, അന്ന് പറഞ്ഞായിരുന്നല്ലോ കുറെ ടെസ്റ്റ് ചെയ്യണമെന്നുണ്ട്. അപ്പൊ അത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യാൻ പോയപ്പോഴാണ് ഡോക്ടർ ചെറിയൊരു ഇത് കാൽസിഫിക്കേഷൻ ആണോ എന്നൊരു ബ്രസ്റ്റിൽ എന്തോ ഒരു ഡൗട്ട് പോലെ ചെറിയ മൈന്യൂട്ടായിട്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു വേണമെങ്കിൽ 6 മാസം കഴിഞ്ഞിട്ട് ഒന്നും കൂടി മാമോഗ്രാം ചെയ്തിട്ട് വേണമെങ്കിൽ ചെയ്യാന്ന് പറഞ്ഞു. അതല്ലെങ്കിൽ പിന്നെ റോബോട്ടിക് വഴിയാണ് ഇതിന്റെ ബയോപ്സിക്ക് എടുക്കാൻ പോണേന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ എല്ലാവരും പറഞ്ഞു അത് ചെയ്ത് വെച്ചോണ്ടിരിക്കണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇന്ന് ഉച്ചയാകുമ്പോൾ പോയി അഡ്മിറ്റ് ആയിട്ട് നാളെ അത് ബയോപ്സിക്ക് എടുക്കുകയാണ്. അപ്പൊ എല്ലാവരും പ്രാർത്ഥിക്കണം പോസിറ്റീവായിട്ട് അതിനൊന്നുമില്ല പോകുന്നത്. ഇതിപ്പോ സംഭവം നമ്മൾ 6 മാസം കാത്തിരിക്കുന്ന കാര്യമില്ല. ഇത്ര പൈസ മുടക്കി കഴിഞ്ഞാൽ പൈസ ഉണ്ടെങ്കിൽ ആ പൈസ എടുത്തിട്ട് നമ്മൾ പെട്ടെന്ന് ചെയ്താൽ അത്ര നല്ലതായിരിക്കും. അതാണ് ഞാൻ എന്നോട് പറഞ്ഞത്. ഡോക്ടർ തന്നെ പറഞ്ഞ നമ്മളിപ്പോ മുട്ടുസൂചി എടുത്ത് കളയേണ്ട സാധനം നാളെ ഒരു 6 മാസം കൊണ്ട് തോട്ടെടുത്ത് കളയേണ്ട അവസ്ഥ വരുത്തുന്നത് നമ്മൾ തന്നെയല്ലേ. അപ്പൊ അതുകൊണ്ട് ഡോക്ടർ എല്ലാം അങ്ങനെ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് പോയി, ഞാനും സോയിക്കുട്ടി അത് തന്നെ പറഞ്ഞു, പെട്ടെന്ന് പോയി ചെയ്താൽ അത്ര നല്ലതായിരിക്കുന്നു. ഇതിപ്പോൾ കുരു ആയതുകൊണ്ട് ഒരു സ്റ്റാർട്ടിങ് ആയിട്ട് വലിയ പ്രശ്നമൊന്നുമില്ല. അതെങ്ങനെയെങ്കിലും നമുക്ക് കളയാനുള്ള ഓപ്ഷനുള്ളൂ. പക്ഷേ എനിക്ക് എന്തെങ്കിലും കാൽസ്യം എന്തെങ്കിലും അടിഞ്ഞു കൂടിയായിരിക്കും ചിലപ്പോൾ. അതായിരിക്കാം ഡോക്ടർ തന്നെ കാൽസ്യം എന്തെങ്കിലും അടിഞ്ഞു കൂടിയായിരിക്കും ചിലപ്പോൾ. എന്ന് വെച്ചാൽ അവർക്ക് ഇതിനെപ്പറ്റി അവരത് ഇത് കണ്ടു, അവര് നമ്മളോട് പറഞ്ഞു ഇങ്ങനെ ഒരു ഡൗട്ട് പോലെ ഉണ്ട്, ചെറിയ മൈന്യൂട്ടായിട്ടേ ഉള്ളൂ. അപ്പൊ അത് ഇത് അമ്മ മുമ്പ് പണ്ട് വേറെ അപ്പൊ അതങ്ങനെ പറഞ്ഞ പോലെ എനിക്ക് അവര് പറഞ്ഞു. പക്ഷെ അത് ഇപ്പൊ 2 സ്പോട്ടോ ഉണ്ടോ എങ്ങനെയാണ് അതിനെപ്പറ്റി എനിക്ക് കറക്റ്റ് അറിയില്ല. പിന്നെ നമ്മളൊരു സംശയം വെച്ചോണ്ടിരിക്കട്ടല്ലോ. അത് തന്നെ, നമുക്ക് അവിടെ പോയിട്ട് ഡാൻസ് കളിക്കണം. സ്പീക്കർ എടുത്തിട്ട് പോണേ, സ്പീക്കർ നമുക്ക് അവിടെ പോയിട്ട് കുറച്ച് റീലിൽ ഡാൻസ് കളിക്കാം. അപ്പൊ അതാണ് ഇന്ന് ഞാനാണ്ടാ പോകണ. സോയിക്കുട്ടി പോകാന്ന് പറഞ്ഞു. സോയിക്കുട്ടി വയ്യാതെ പിന്നെ കൊച്ചിനെ നാളെ സ്കൂളിൽ വിടണം, നാളെ സ്കൂളിൽ പോകണം. അപ്പൊ അങ്ങനെ അതുകൊണ്ട് സോയിക്കുട്ടി കിടക്കണം. ഞാൻ നാട്ടെ സോയിക്കുട്ടിയെ ചന്ദ്രക്കോത ഇവിടെ കിടക്കുകയാണ്. അപ്പോൾ സോയിക്കുട്ടിക്ക് എന്ത് ടയർഡൊക്കെ ആയിട്ടിരിക്കണം. അപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പറഞ്ഞതെന്ന് വെച്ചാൽ BP കുറവുണ്ട്,
അതാന്ന് പറഞ്ഞത്. കാരണം പ്രോപ്പറായിട്ട് ഉപ്പ് കഴിക്കുന്നത് കുറവാണ്. അപ്പോൾ അത് ഉപ്പ് കഴിക്കണമെന്ന് പറഞ്ഞാൽ നേരത്തെ. അപ്പോൾ ഇപ്പം അടുപ്പിച്ച് നാരങ്ങവെള്ളത്തിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശരിയാവുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ വൈറൽ ഫീവർ വന്നിട്ടുണ്ട്. അമ്മയ്ക്ക് വന്നായിരുന്നു, എന്നിട്ട് സോകുട്ടിക്ക് വന്നതെന്ന് പറഞ്ഞപ്പോൾ. അപ്പോൾ ഇന്നത്തെ പ്രധാന വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. ഓക്കെ, സുഖമില്ലല്ലേ അവര് പോയിക്കോട്ടെ. സുഖമല്ല, എന്താ എല്ലാം കൊണ്ട് ഒരു സുഖമല്ലേ ഈ 2025. കുറച്ച് കഴിയുമ്പോൾ ശരിയാവുമായിരിക്കും, തുടങ്ങിയതല്ലേ ഉള്ളൂ. ഈശ്വര, ഹോസ്പിറ്റലിൽ പോവും. അതെ, ആൻസിക്കുട്ടി വന്നല്ലോ, അമ്മാരെ സിസ്റ്റർ. ബ്രാവോ അല്ല, ആൻസിക്കുട്ടീനെ കളിയാക്കുന്നുണ്ട്. എന്തിന്? ആൻസിക്കുട്ടിയുടെ മുടി കണ്ടിട്ട് കുളിക്കുന്നില്ലെന്ന് പറഞ്ഞു. അവള് ഡെയിലി രാവിലെ വൈകിട്ടും കുളിക്കും. നമുക്ക് തൊണ്ടവേദന. ഓക്കെ, രാവിലെ വൈകിട്ടും കുളിക്കുള്ളൂ. ഞാൻ തൊട്ട് ചെയ്യണേ അവള് കട്ടയെടുത്ത് കളയാൻ. തണുപ്പ് കഴിച്ചോ? കൊഞ്ചല്ലേ കൊഞ്ചല്ലേ. കൊഞ്ചല്ലേ. അവൾക്ക് ഇഷ്ടപ്പെട്ട അത് സാറില്ല, 2 ദിവസം കഴിഞ്ഞാൽ തൊണ്ടവേദനയൊക്കെ വന്നു കഴിഞ്ഞാലേ 2 ദിവസം കഴിഞ്ഞാൽ മാറുള്ളൂ. രാത്രി വയ്യാണ്ടാവും. ഇത് എല്ലാവർക്കും വയ്യാണ്ടല്ല, 1.5 വിഷയമായി പോയല്ല 2025. അപ്പൊ ആൻസി ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്, നോക്കട്ടെ. എന്താ സന്തോഷം? എന്താ സന്തോഷം? അറിയില്ല, അവളോട് അറിയില്ല. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അവള് അതെ, ആൻസി അവൾക്കൊരു ഗിഫ്റ്റ് മേടിച്ചതാ, പൈസ കൊടുത്ത് ഞാനും. എന്താന്നറിയില്ല, നോക്കട്ടെ. അങ്ങനെ ചെന്തിയാണത്. അത് വേറെ അടിക്കണല്ലോ. കിട്ടിയ ഓർമ്മയുണ്ടോ അത്? ഓ, ഓർമ്മയുണ്ടോ? ഇതിങ്ങനെ കേറി ചാടുന്ന പിള്ളേര് ഇതെങ്ങനെയാണ് ചാടണേ? ചാട്. ഇതാണ് നിനക്ക് വേണമെന്ന് പറഞ്ഞ. ഇതൊക്കെ വീട്ടിലുണ്ടാവും, അടിയിലൊക്കെ വീട്ടിലുണ്ടാവും. അപ്പൊ അത് കണ്ടപ്പോ അവർക്ക് വേണം. ചാടി കളിക്കുന്ന സാധനമാണ്. താങ്ക് യു. അപ്പ പൈസ കൊടുത്ത? അപ്പല്ല പൈസ കൊടുത്ത. താങ്ക് യു. 2 തവണ. പുനസേ ബാക്കിൽ ഇങ്ങനെ പോവണ്ടോ? ബാക്കിൽ പോയി സുന്ദരിക്കോതാ എവിടെ? നല്ല ഉറങ്ങി കഴിഞ്ഞോ? എന്റെ അമ്മ ഹോസ്പിറ്റലിൽ പോകുന്നൊരു മനസാക്ഷി പോലും നിനക്കുണ്ടോ? അതാണ് ഹോസ്പിറ്റൽ. കുറച്ച് കഴിഞ്ഞിട്ട് പോവല്ലോ. അപ്പൊ സോയക്കുട്ടിക്ക് അമ്മായിമില്ല, നല്ലത് എൻജോയ് ഡാൻസ് കളിക്കാലോ. അപ്പൊ സോയക്കുട്ടി നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം. ഞാനും അമ്മ ഈ തടവരയിൽ നിന്ന് രക്ഷപ്പെടുന്നു. അല്ല, അവിടെ